നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ മോഡലിലുള്ള ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മോഡലിലുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു മെറ്റീരിയലാണ്. ആ ഫോട്ടോയിൽ കാണുന്നതൊരു കോട്ടൺ ഹക്കോബ മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് ഫ്രില്ല് കഴിഞ്ഞിട്ട് ടോട്ടൽ ലെങ്ത് എത്രയാണോ ആവശ്യം അതിൽ നിന്നും ഫ്രില്ലിൻ്റെ ലെങ്ത് മൈനസ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്നതാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ഫ്രില്ല് കഴിഞ്ഞിട്ട് 39 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ആവശ്യം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ മെറ്റീരിയലിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യമേ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മെറ്റീരിയലിന് ഞാനിവിടെ ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ലൈനിങ് വെക്കേണ്ട ഒരു മെറ്റീരിയലാണ്, തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഞാനിവിടെ ഫ്രില്ലിന് സെപ്പറേറ്റ് ലൈനിങ് അല്ല വെക്കുന്നത്. ബോഡി പാർട്ട് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രില്ലിൻ്റെയും കൂടെ ചേർത്ത് ഉള്ള ലെങ്തിൽ ലൈൻ ഷേപ്പിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യമേ ഞാൻ ഈ നല്ല ക്ലോത്തിൽ തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇതേപോലെ. ഈ ഫോൾഡ് ചെയ്ത വശത്ത് ആണ് മാർക്കിംഗ് ചെയ്യുന്നത്. ഇവിടെ നിന്നും മാർക്ക് ചെയ്ത് ഇപ്പോൾ എനിക്ക് ലെങ്ത് ആയിട്ട് ആവശ്യം 39 ആണ് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ വേണ്ടത്. ഞാനിവിടെ 39 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് ഇവിടെയാണ് 39 ഇഞ്ച് വരുന്നത്. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് ആകെ 2.5 മീറ്റർ ക്ലോത്തേ ഉള്ളൂ. അത് കാരണം തുണി നമ്മൾ ഒട്ടും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെയാണ് 39 ഇഞ്ച് ലെങ്ത് വരുന്നത്. ഇവിടെയാണ് ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്യേണ്ടത്. ഫോൾഡ് വശമാണ്. ഇവിടെ ബാക്ക് പാർട്ട് ലൈൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ച് വേണം മാർക്ക് ചെയ്യാൻ. എനിക്കിവിടെ 7 ഇഞ്ചാണ്. ഇങ്ങോട്ടേക്ക് ഷോൾഡർ എടുത്തു. ഷോൾഡർ താഴോട്ട് ആം ഹോള്, ഇവിടെ ചെസ്റ്റ് ലൈന്, വേസ്റ്റ്, അതിനുശേഷം ലൈൻ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തു. ഇവിടെ താഴെ നിന്നും മുകളിലേക്ക് ഞാനൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് കർവ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ലൈൻ ഷേപ്പിലുള്ള ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്ത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ബാലൻസ് വന്നിരിക്കുന്ന ക്ലോത്തിനെ ഇതേപോലെ തിരിച്ച് ഇടുക. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നീട് ഇതിൻ്റെ ഓപ്പൺ വരുന്ന വശം ഇതേപോലെ ഇടുക. അതിനുശേഷം ഇവിടെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യണം. ഇതേപോലെ 1/2 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാക്ക് പാർട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ ഫോൾഡ് ചെയ്ത വശം ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലായിടത്തും ആം ഹോളിൻ്റെ വശവും ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ആം ഹോള്, ഷോൾഡർ, അതേപോലെ ആം ഹോള്. ഇങ്ങനെ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആം ഹോള് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പാർട്ടിൽ ആം ഹോള് 1/2 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള വശമാണ്. ഇവിടെ 1/2 ഇഞ്ച് വിട്ടിരിക്കുന്ന അതേ ഇടത്തിൽ കൂടെ നമ്മൾ ആദ്യമേ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ടും ബാക്കും പാർട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനിയും ഫ്രില്ലും സ്ലീവുമാണ് കട്ട് ചെയ്യാനുള്ളത്. ഫ്രില്ലിനായിട്ട് ഞാൻ 8 ഇഞ്ചാണ് താഴോട്ട് ഇറക്കം എടുക്കുന്നത്. 8 ഇഞ്ച് ഇറക്കത്തിൽ ക്ലോത്ത് 3 സെറ്റ് ഫ്രില്ലിന് വേണ്ടി 3 സെറ്റ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ആദ്യമേ ഒരു 8 ഇഞ്ച് ഇറക്കത്തിൽ ഒരു സെറ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ 8 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. അതേപോലെ 3 പീസ് ക്ലോത്താണ് ഫ്രില്ലിന് ആവശ്യം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 3 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നു.
ഇതേപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പീസിനെ ഞാൻ നടുവേ രണ്ടായിട്ട് മുറിച്ച് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് ഒരു പീസും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ഫ്രില്ലിന് ആവശ്യമായിട്ടുള്ള ക്ലോത്താണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ക്ലോത്താണ് ഇനിയും ബാലൻസ് വന്നിട്ടുള്ളത്. ഇത് 11 ഇഞ്ച് ബാലൻസ് ഉണ്ട് ക്ലോത്ത്. ഇത് യൂസ് ചെയ്ത് എൽബോ വരേക്കുള്ള ഒരു സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അടിയിൽ ഞാൻ സൈഡിൽ നിന്നും ബാലൻസ് വന്നിട്ടുള്ള ഈ ക്ലോത്ത് ഉപയോഗിച്ചൊരു പടി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ കാണിക്കുന്നില്ല. ഫോട്ടോയിൽ കാണുന്ന സ്ലീവ് ഒരു പഫ് സ്ലീവാണ്. അതേപോലെ ചെറിയ രീതിയിലൊരു പഫ് സ്ലീവ് ചെയ്യാനുള്ള ക്ലോത്ത് ഉണ്ട്. ഇത് കസ്റ്റമറിന് പഫ് സ്ലീവ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതേപോലെയുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതേപോലെ ഞാനിവിടെ 42 ഇഞ്ച് ഇറക്കത്തിൽ എ ലൈൻ ഷേപ്പിൽ തന്നെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് കട്ട് ചെയ്യുന്നത് ക്യാൻവാസിലാണ്. ഇവിടെ ഒരു വി നെക്കാണ് ഫോട്ടോയിൽ കാണുന്നത്. അതേപോലെ ഞാൻ ഇവിടെ ഒരു 3.5 ഇഞ്ച് നെക്ക് വിട്ടും താഴോട്ട് 7.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു കർവ് വി ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കണം. ആദ്യമേ ഫ്രണ്ട് പാർട്ടിൽ 1/2 ഇഞ്ച് വിട്ടിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഉള്ളിലേക്ക് സ്റ്റിച്ച് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇവിടെ പിക്ചറിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ പ്ലാക്കറ്റാണ്. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. പകരം 1 ഇഞ്ച് വീതിയുള്ള പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്ത് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്ത് ഒരു പ്ലാക്കറ്റ് പടി പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ക്യാൻവാസിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് തുണിയിൽ ക്ലോത്തിൽ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ്. ഇനിയും ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്ത സെൻറ്റർ പാർട്ടിൽ കറക്റ്റായിട്ടിത് ഇതേപോലെ താഴെ വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഫ്രണ്ടിലൊരു പടിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെ ബട്ടണാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനിയും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി ഫ്രില്ല് വെച്ചെടുക്കണം. താഴെ ഈ ഭാഗത്തായിട്ട് ഫ്രില്ലിന് വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജോയിൻ ചെയ്തെടുക്കുക. ഒരു സൈഡ് അകത്തേക്ക് മടക്കി തയ്ച്ചെടുക്കണം. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇവിടെ ചെറിയ ചുരുക്കുകളിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഫ്രില്ല് വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സാധാരണ കുർത്തിയിൽ ഫിനിഷ് ചെയ്യാറുള്ളത് പോലെ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷായിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഞാൻ ഫ്രണ്ടിൽ ഓരോ ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.